മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ മനു ആണെങ്കിൽ ബബിതയെ പൊളിച്ചെടുക്കുകയാണ്. മനു പറയുന്നുണ്ട്, നീ അഴിഞ്ഞാടി നടക്കുന്നതിൻ്റെ ഫോട്ടോസ് എല്ലാം ഹരിയുടെ മൊബൈലുണ്ടായിരുന്നല്ലോ, അതിപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ്റെയും ഫോണിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് നീ മര്യാദക്കടങ്ങ്, അതാണ് നല്ലത്. എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന ഈ ഒരു കഷ്ടകാലത്ത് നിന്ന് രക്ഷപ്പെടാം. അല്ലാതെ ഇങ്ങനെ അഴിഞ്ഞാടി നടന്നിട്ട് ഇപ്പോൾ വീട്ടിൽ കയറി ഒളിച്ചിരുന്നിട്ട് നീ നല്ല ഉള്ള ചമയല്ല എന്നും പറഞ്ഞുകൊണ്ട് മനു ആണെങ്കിൽ വായിത്തോന്നതെല്ലാം ബബിതയെ പറയുന്നുണ്ട്. ബബിത ആകെപ്പാടെ പെട്ട അവസ്ഥയാണ്. കാരണം ബബിതയെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മനു കാര്യങ്ങളൊക്കെ അറിയാവുന്നുണ്ട്. ഇനി ആരെങ്കിലും അടുത്ത് പറയുമോ, ബാലേന്ദ്രൻ്റെ അടുത്ത് പറയുമോ എന്നുള്ള ടെൻഷനും ബബിതയ്ക്കുണ്ട്. പക്ഷേ മനു ആണെങ്കിൽ ആരോടും ഒന്നും പറയാതെ അങ്ങ് പോവുകയാണ്. അതിന് ശേഷമാണെങ്കിൽ അലീനയാണെങ്കിൽ വന്ന് ബാലേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛാ ഞാനാണെങ്കിൽ ആ കുട്ടിയുടെ വീട്ടിൽ വരുന്ന പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, ഏത് കുട്ടിയുടെ? ആ ശരണ്യയുടെ വീട്ടിൽ. അപ്പം ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, നീ ഇപ്പം എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? നീ ഇപ്പം അങ്ങോട്ട് പോയാൽ ശരിയാവത്തില്ല എന്ന് പറയുകയാണ്. അപ്പം അലീന പറയുകയാണ്, ആ കുട്ടിക്ക് ചുറ്റും ആളുകളുണ്ട്, എല്ലാവരും ഉണ്ട്, കൂടെ നിൽക്കാനും കേസ് വാദിക്കാനും എല്ലാത്തിനും ആൾക്കാരുണ്ട്. പക്ഷേ ഈ ഒരവസ്ഥയിൽ ആ കുട്ടിയെ മാനസികമായി ഉയർത്തിപ്പിടിക്കാനും നിനക്കൊന്നും പറ്റിയിട്ടില്ല, നീ പഴയതുപോലെ തിരിച്ചു വരണം എന്നും പറഞ്ഞ് അതിനെ സമാധാനിപ്പിക്കാനും കൂടെ നിർത്താനും ആരുമില്ല. എനിക്ക് ആ കുട്ടിയൊന്ന് കാണണം അച്ഛാന്ന് പറയാണ്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, നീ ഇപ്പം അങ്ങോട്ട് പോവണ്ട, അവർ വാദിയും നമ്മൾ പ്രതികളുമാണ്, നമുക്കിപ്പം അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറയാണ്. അപ്പം അലീന പറയാണ്, ഇനി എന്താന്ന് പറഞ്ഞാലും ഞാൻ ആ കുട്ടിയുടെ സൈഡ് അച്ഛാ, ആ കുട്ടിയുടെ സൈഡിൽ മാത്രമാണ് ശരി. രോഹിയും ഹരിയും ചെയ്തത് തെറ്റ് തന്നെയാണ്. ആ തെറ്റ് ആർക്കും കണ്ണടച്ചാൽ ഇരുട്ടാവത്തില്ല. അവന്മാർ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കാൻ തന്നെ ചെയ്യണം. ഞാൻ ആ കുട്ടിയുടെ സൈഡാണ്. ആ കുട്ടി അനുഭവിച്ചു വന്ന മാനസികാവസ്ഥ എനിക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഞാനും ആ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടായത് എനിക്ക് ആ കുട്ടിയുടെ മാനസികാവസ്ഥ മനസ്സിലാവും എന്ന് പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ അലീനയെ നോക്കുകയാണ്. നീ അങ്ങോട്ട് പോയി കഴിഞ്ഞ് അവിടുത്തെ നാട്ടുകാരുണ്ട്, ആ കുട്ടിയുടെ ബന്ധുക്കളുണ്ട്, എല്ലാവരും നിന്നോട് എങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എങ്ങനെ പെരുമാറിയാലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് ആ കുട്ടിയെ കണ്ട് സംസാരിക്കണം, അതിനെ ഒന്ന് സമാധാനിപ്പിക്കണം, അതിനെ ഒന്ന് ചേർത്ത് പിടിക്കണം, തിരിച്ച് പഴയ ശരണയായി വരണമെന്ന് പറയണം, അതിനെ കൂടെ നിർത്തണം എന്നൊക്കെ അലീന പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്ര അലീന ഇങ്ങനെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് അച്ഛൻ എന്നോടൊന്നും തോന്നല്, ഹരിയും രോഹിയും ചെയ്ത തെറ്റ് തന്നെയാണ്. ഞാൻ ആ കുട്ടിയുടെ സൈഡ് തന്നെയാണ്, എനിക്ക് ആ കുട്ടിയുടെ കൂടെ നിൽക്കാനേ പറ്റത്തുള്ളൂ പറഞ്ഞുകൊണ്ട് അലീന അങ്ങ് പോവുകയാണ്. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ടെൻഷനോടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ബാലേന്ദ്രൻ അറിയാം ഈ സമയത്ത് അലീന അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് ബാലേന്ദ്രന് ചെറിയൊരു സംശയമുണ്ട്. അങ്ങനെ അലീന പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ കൃഷ്ണമോള് പറയുകയാണ്, ചേച്ചി എങ്ങോട്ട് പോവുകയാണ്? ഞാൻ ഒരു സ്ഥലം വരെ പോവുകയാണ് ചേച്ചി, ഒറ്റയ്ക്ക് പുറത്തിറങ്ങേണ്ട, ആൾക്കാർക്ക് ഈ വീട്ടിൽ നിന്നാണ് ചേച്ചി പോകുന്നതെന്ന് കണ്ടാൽ തന്നെ ചേച്ചി എന്തെങ്കിലുമൊക്കെ പറയും എന്ന് പറയാണ്. അപ്പം അലീന പറയാണ്, അതൊന്നും കുഴപ്പമില്ല, ഇന്നും ഈ വീട്ടിനകത്ത് തന്നെ ഇരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, പുറത്തിറങ്ങി ആൾക്കാരെ കാണണ്ടേ, അവരുമായിട്ട് സംസാരിക്കണ്ടേ, ചേച്ചി ഇപ്പോൾ എവിടെയാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഉണ്ട്, പറയേച്ചി, ചേച്ചി ഇപ്പോൾ എവിടെയാണ് പോകുന്നത്? അത് ആ ശരണ്യയുടെ വീട്ടിൽ. ഏത് ശരണ്യ? അത് രോഹിയും ഹരിയൊക്കെ പ്രതിയായല്ലോ, ആ കുട്ടിയുടെ വീട്ടിലേക്ക്. അതെന്തിനാ ചേച്ചി ഇപ്പം അങ്ങോട്ട് പോയാൽ? ചേച്ചി ഇപ്പം അങ്ങോട്ട് പോയാൽ ശരിയാവത്തില്ല എന്ന് പറയുകയാണ്. അതെന്താ മോളെ ശരിയാവാത്തത്? ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് ആ കുട്ടിയെ കാണണം, മോളുടെ പ്രായമല്ലേ ഉള്ളൂ, ആ കുട്ടിയെ കണ്ട് സംസാരിക്കണം, അതിനോട് അതിൻ്റെ മാനസികാവസ്ഥ ഇപ്പം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമായിരിക്കും. നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ഒരു സഹായം, അതിനൊരു മനോബലം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കണം, അതിനെ ഒന്ന് കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം കൃഷ്ണമോള് എത്ര പറഞ്ഞിട്ടും അലീന കേൾക്കാൻ തയ്യാറില്ല. അലീന പോകാൻ തന്നെ തയ്യാറെടുത്തിരിക്കുകയാണ്. അവസാനം കൃഷ്ണമോള്, ശരി ചേച്ചി പോയിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം, ആരോട് കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കല്ലേ, ചേച്ചി പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ, പോയിട്ട് എത്രയും പെട്ടെന്ന് വരണമെന്ന് പറയാണ്. അങ്ങനെ അലീന യാത്ര പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുവാണ്. അങ്ങനെ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് നേരെ ശരണ്യയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ശരണ്യയുടെ വീട്ടിലാണെങ്കിൽ ശരണ്യയുടെ അയൽക്കാർ എല്ലാവരും ശരണ്യയുടെ വീട്ടിൽ ആരൊക്കെ വരുന്നു പോകുന്നു എന്നൊക്കെ ഇങ്ങനെ നോക്കുവാണ്. ഈ സമയത്താണ് അലീന വരുന്നത്. അലീന വരുമ്പോൾ തന്നെ ഒരു ആൾ വന്ന് ചോദിക്കുന്നുണ്ട്, കുട്ടി ഏതാ എന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ ഇവിടെ തന്നെ ഉള്ളതാണ്. അതാ ചോദിച്ചത്, ഏത് വീട്ടിലെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന ഒന്നും മിണ്ടാതിരിക്കുകയാണ്. പറ കുട്ടി, ഏത് വീട്ടിലെയാണ്, ആരെ കാണാനാണ് വന്നത്? അത് ഞാൻ ശരണ്യയെ കാണാനാണ് വന്നത്. അതാ ചോദിച്ചത്, ശരണ്യയുടെ ആരാണ്? ശരണ്യയുടെ കൂടെ പഠിക്കുന്നതാണോ? അല്ല പിന്നെ ആരാണ്? ഏത് വീട്ടിലാണ് വന്നത്? ഏത് വീട്ടിൽ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ കടപ്പാട്ടൂർ. അപ്പോഴാണ് അയാളാണെങ്കിൽ വേറൊരാളെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, കടപ്പാട്ടൂർ ഈ കേസിലെ പ്രതിയായ ഒരു കുട്ടിയുടെ
വീട്ടിൽ വരില്ലേ കടപ്പാട്ടൂർ എന്ന് ചോദിക്കുകയാണ്. അപ്പം അയാൾ പറയണം അതെ അതെ, അയാൾക്കാണ് ജ്വല്ലറിയും ടെക്സ്റ്റൈൽസും ഒക്കെ ഉള്ളത്. അപ്പം വേറെ ആൾ വന്നിട്ട് പറയാണ് ഈ കുട്ടി ആ വീട്ടിലെ ജോലി ചെയ്യുന്നതാണ്, ഈ കുട്ടിയാണ് ആദ്യം അവന്മാർ പീഡിപ്പിക്കാൻ നോക്കിയതും പൈസ കൊടുത്തത് കാരണം കേസ് വേണ്ടാന്ന് വെച്ചതെന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ കൂടുന്നുണ്ട്. ആകപ്പാടെ അലീനെ ഒന്ന് ഭയക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയാണ് ഞാൻ ആ വീട്ടിൽ നിന്നാണ് വരുന്നതെങ്കിലും എനിക്ക് ശരണ്യെ കണ്ടൊന്ന് സംസാരിക്കണം എന്ന് പറയാണ്. നിനക്കെന്താടി സംസാരിക്കാനുള്ളതെന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ വന്ന് അലീനയോട് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. നിനക്കെന്താ ഇനി സംസാരിക്കാതെ, നിന്നെ കാശ് തന്ന് ഒതുക്കിയ പോലെ ഈ കുട്ടിയും കണ്ട് സംസാരിച്ച് ഇനി കാശ് തന്ന് ഒതുക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിച്ചുകൊണ്ട് അലീനെ ആണെങ്കിൽ ഭയങ്കര വായി തോന്നിയെല്ലാം അവർ പറയുന്നുണ്ട്. ഈ സമയത്ത് ശരണ്യയുടെ വീട്ടിനകത്തുനിന്ന് ശരണ്യയുടെ അനിയനും ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അനിയൻ ഇറങ്ങി വരുമ്പോൾ ചോദിക്കുന്നുണ്ട് ആരാ ഇത് എന്ന് ചോദിക്കണം. അപ്പോൾ അവിടെ നിന്നൊരാൾ പറയാണ് ഇത് ആ കടപ്പാട്ടൂരുണ്ടല്ലോ, നമ്മുടെ കൊച്ചിനെ ഈ ഗതിയിലാക്കിയ അതിലൊരുത്തൻ്റെ വീടാണ് കടപ്പാട്ടൂർ. ആ വീട്ടിലെ ജോലിക്ക് നിൽക്കുന്ന പെണ്ണാണ്. ഈ പെണ്ണിനെയാണ് ആദ്യം അവന്മാർ പീഡിപ്പിക്കാൻ നോക്കി. അന്ന് ഇവിടെ കേസ് കൊടുത്തില്ല. അന്ന് അവളെ കേസ് കൊടുത്തായിരുന്നെങ്കിൽ നമ്മുടെ കൊച്ചിന് ഈ ഗതി വരുത്തില്ലായിരുന്നു. അവന്മാർക്ക് അന്നേ ശിക്ഷ കിട്ടിയേനെ. അയാളാണെങ്കിൽ കുറേ കാശ് കൊടുത്ത് ഇവളെ അങ്ങ് ഒതുക്കി. ഇവളെ വീണ്ടും വന്നേക്കുവാണ് നമ്മുടെ കൊച്ചിനെ കാണാൻ. അപ്പം അവൻ ചോദിക്കുകയാണ്, അന്യം ചോദിക്കുകയാണ് എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞങ്ങളെ ആരും ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അത് എനിക്ക് ശരണ്യെ ഒന്ന് കാണണം എന്ന് പറയാണ്. ഇങ്ങോട്ട് വരാൻ നിങ്ങൾ കാണിച്ച ധൈര്യം അതിനി നിങ്ങൾ ജീവിതത്തിൽ മറക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നവരെല്ലാം അലീനെ കയറി പിടിക്കുകയാണ്. അവിടേക്ക് അനിയാൻ പോയി അവിടെ കന്നാസിലിരുന്ന് പെട്രോൾ എടുത്തുകൊണ്ട് വന്ന് അലീനയുടെ തലയിലേക്ക് ഒഴിക്കുകയാണ്. അലീനയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. കാരണം ആൾക്കാരെല്ലാം പിടിച്ചു വെച്ചേക്കുവാണ്. നീ ഇനി ജീവനോടെ ഇവിടെ നിന്ന് പോകണ്ട, നിന്നെ പോലുള്ള ജീവനോടെ ഇരുന്നാലും വലിയ കാര്യമൊന്നുമില്ല. നീ അന്ന് ആ കേസ് കൊടുത്തായിരുന്നെങ്കിൽ ഞങ്ങളുടെ കൊച്ചിന് ഈ ഗതി വരുമോ, നീ ഇനി ജീവനോടെ പോകണ്ട എന്നും പറഞ്ഞുകൊണ്ട് പെട്രോൾ എടുത്ത് ഒഴിക്കുകയാണ്. ആൾക്കാരെല്ലാം അലീനെ കയ്യിൽ ഒക്കെ പിടിച്ചെടുത്തുന്നുണ്ട്. അതേപോലെ വായി തോന്നുന്ന ചീത്തയൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ശരണ്യ അകത്ത് കിടപ്പുണ്ട്. അലീനയാണെങ്കിൽ ഭയങ്കര ഒച്ചത്തിൽ കിടന്ന് കരയാണ്, വിട് എന്നും പറഞ്ഞുണ്ട്. പക്ഷേ അലീനെ ആരും വിടാൻ തയ്യാറാവുന്നില്ല. അലീനെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുവാണ്. ആ അനിയനാണെങ്കിൽ തലയിൽ കൂടി ഇങ്ങനെ ഒഴിക്കുകയാണ്. അപ്പം ഈ സൗണ്ടൊക്കെ കേട്ട് ശരണ്യാണെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ശരണ്യക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, പുറത്ത് എന്തൊക്കെയോ ബഹളം കിടക്കുന്നുണ്ടെന്ന്. അവർ അലീനയെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. നീ ഇനി ജീവനോടെ ഇവിടുന്ന് പോകണ്ട എന്നും പറഞ്ഞ് അനിയനാണെങ്കിൽ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട്. ഈ സമയത്ത് ശരണ്യാണെങ്കിൽ അകത്തുനിന്ന് പതുക്കെ എണീച്ച് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ശരണ്യ ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. ഇനിയാണെങ്കിൽ ഭയങ്കര ഒച്ചത്തിൽ കരയുകയും ചെയ്യുന്നുണ്ട്. കാരണം ആൾക്കാരെല്ലാം അത്രയ്ക്ക് അസഭ്യവും പിന്നെ അതേപോലെ അനിയനാണെങ്കിൽ ഇതെല്ലാം എടുത്ത് തലയിലേക്ക് ഒഴിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഭയങ്കര സങ്കടത്തോടെ ഉറക്കെ കരയുകയാണ് അലീനയും.